ഹലോ യെസ് സോ മക്കളെ വെൽക്കം ടു CMA പ്രോഗ്രാം. സോ നമ്മളൊരു പുതിയ കോഴ്സ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾക്കറിയാം CMA എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് ആണ്, ഫസ്റ്റ് ഡേ ആണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാകും, എന്ത് ഒരു പുതിയ കോഴ്സ് ആണ്, അതും പ്രൊഫഷണൽ കോഴ്സ് ആണ്, നമ്മളെ കൊണ്ട് ഇത് പാസ്സാവാൻ പറ്റുമോ സാറേ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. സോ യാതൊരു കൺഫ്യൂഷൻസിന്റെ ആവശ്യമില്ല. നമ്മളിത് പാസ്സാവും, അല്ലെങ്കിൽ നമ്മളിത് പാസ്സാക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നമ്മളെ ടീമുണ്ട്. സോ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മാക്സിമം ലെവലിൽ സപ്പോർട്ട് തരാൻ നമ്മൾ തയ്യാറാണ്. സോ യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. നമ്മൾ അടിപൊളിയായിട്ട് ഒരു ടീം വർക്കായിട്ട്, കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്താ? നിങ്ങളുടെ ലക്ഷ്യം എന്താ? ഈ കോഴ്സ് നല്ല രീതിയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവണം, നല്ല രീതിയിൽ പ്ലേസ്ഡ് ആവണം, അല്ലേ? സോ നമ്മുടെ ലക്ഷ്യവും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. കാലങ്ങളായിട്ട് ഒരു 2016 ഓൺവാർഡ്സ് നമ്മൾ ക്ലാസ്സസ് ഡെലിവർ ചെയ്യുന്ന ആളാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും ഒക്കെ ക്ലാസ്സസ് കൊടുക്കുന്ന ആളാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളത് ഒരു 2016 ഓൺവാർഡ്സ് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് പാസ്സായി പോയിട്ടുണ്ട്. പല കമ്പനീസിലും, അബ്രോഡും നമ്മുടെ ഇന്ത്യയിലൊക്കെ ആയിട്ട് പല കമ്പനീസിലുമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതേ ഒരു സംഭവം നിങ്ങളൊരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞാൽ നിങ്ങളും ഇതേപോലെ MNCസിൽ വലിയ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിങ്ങളും പ്ലേസ്ഡ് ആവാനുള്ളതാണ്. സോ നമുക്ക് ഒരുപാട് ടൈം ഒന്നും ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വിത്തിൻ 1 ഇയർ, ഇന്ന് ഏതാണോ ഡേറ്റ് ഒന്ന് മാർക്ക് ചെയ്ത്, ഈ ഡേറ്റ് അടുത്ത വർഷം ഈ ഡേറ്റിന് മുന്നേ നമ്മൾ 2 പാർട്ടും ക്ലിയർ ചെയ്തിട്ട് നമ്മളൊരു ജോബിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടാവണം. സോ അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളും നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നമ്മുടെ ടീമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രീവിയസ് ബാച്ചസ് എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് പാസ്സായിട്ട് നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. സോ സെയിം രീതിയിൽ നമുക്കും അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. സോ അതിൽ വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്ലാസ്സസ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്കറിയാം. സോ മക്കളെ, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പുതിയ കോഴ്സാണ്, അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകും, അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അത് ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. അതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. ക്ലിയർ? അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിത് പാസ് ആവുമോ എന്നുള്ളതല്ല നമ്മളോട് ചോദിക്കേണ്ടത്, നമ്മളിത് പാസ് ആവണം. നമുക്കിത് പാസ് ആയേ പറ്റൂ. അതിന് ഏത് എക്സ്ട്രീം ലെവൽ വരെ വേണം പോകാനും നമ്മൾ തയ്യാറാവണം. ക്ലിയർ? സോ നിങ്ങളെ ഏത് തരത്തിൽ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. സോ നിങ്ങൾ വളരെ കൂളായിട്ട്, വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ക്ലാസ്സസ് വാച്ച് ചെയ്യുക, നല്ല രീതിയിൽ നോട്ട്സ് എഴുതുക, എഴുതിയ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അത് കൊണ്ടുപോകണം. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം നന്നായിട്ട് ക്ലാസ് വാച്ച് ചെയ്യുന്നു, നോട്ട്സ് എഴുതുന്നു, അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഡെയിലി ബേസിസിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക. സോ നമ്മൾ പാസ്സാകും, ഉറപ്പാണ് നമ്മൾ പാസ്സാകും. ആ ഒരു സപ്പോർട്ട്, ആ ഒരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം അത് നമുക്ക്, ഞാൻ പറയുന്ന പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്സാകും. അത് യാതൊരു ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാസ് ആവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രം മതി. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമ്മിങ് ക്ലാസ്സസിലായി പറയാം. സോ ഐ എം വെരി ത്രില്ഡ് ടു ടീച്ച് യു. സോ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. സോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ടെൻഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് വളരെ ത്രില്ലഡ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കും. നമുക്കിത് പഠിക്കണം എന്നുള്ള ആ ഒരു ത്രില്ലിൽ ക്ലാസ്സിൽ ഇരിക്കും. നമുക്ക് പാസ് ആവാടാ, ഉറപ്പോ നമുക്ക് പാസ് ആവാം. സോ നല്ല രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? സോ നമ്മൾ CMAയിൽ നമുക്കറിയാം 2 പാർട്ടാണ് ഉള്ളത്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട് 1ന്റെ ക്ലാസ്സസ് ആണ്. സോ പാർട്ട് 1ൽ തന്നെ 6 സെക്ഷൻസ് വരുന്നുണ്ട്, അല്ലെ? ഏതെല്ലാം 6 സെക്ഷൻസ്? സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ ആൻഡ് സെക്ഷൻ എഫ്. ഇങ്ങനെ 6 സെക്ഷൻസ് വരുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട് 1ലെ സെക്ഷൻ ഡി ആണ്. കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പാർട്ട് 1ലെ സെക്ഷൻ ഡി ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ നല്ല രീതിയിൽ ക്ലാസ് വാച്ച് ചെയ്യുമ്പോൾ തന്നെ നോട്ട്സ് കൃത്യമായിട്ട് എഴുതണം. സോ ഗിവ് എ മെയിൻ ഹെഡിങ് പാർട്ട് 1 സെക്ഷൻ ഡി കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുത്ത് നല്ല രീതിയിൽ നിങ്ങൾ ക്ലാസ് വാച്ച് ചെയ്യുമ്പോൾ തന്നെ നോട്ട്സ് ചെയ്യണം കേട്ടോ. സോ കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ, അല്ലെ, നോട്ട്ബുക്കും കാൽക്കുലേറ്ററും പേനയും ഒക്കെ ഉണ്ടാവണം. സോ ഗിവ് എ മെയിൻ ഹെഡിങ് പാർട്ട് 1 സെക്ഷൻ ഡി കോസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, സോ മക്കളെ, ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് മാനേജ്മെന്റ്. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ആവട്ടെ, ഒരു സർവീസ് ആവട്ടെ, എന്താ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് വെച്ചാൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് എന്താ? പ്രൊഡക്റ്റ് ആണ്. നേരെ മറിച്ച് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സർവീസ് ആണ്. ഒരു വക്കീൽ നമുക്ക് തരുന്നത് എന്താണ്? ഒരു സർവീസ് ആണ്, അല്ലെ? സോ എനിവേ, ഒരു നമ്മുടെ കമ്പനി ഒന്നെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആവാം. എന്തെങ്കിലും ആവട്ടെ, പ്രൊഡക്റ്റ് ആവട്ടെ, സർവീസ് ആവട്ടെ, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അത് ഉണ്ടാക്കണമെങ്കിലും അത് ഡെലിവർ ചെയ്യണമെങ്കിലും നമ്മുടെ കമ്പനിക്ക് എന്ത് വരും? കോസ്റ്റ് വരും, അല്ലെ? എന്ത് വരും എന്ന് പറഞ്ഞേ? കോസ്റ്റ് വരും. ക്ലിയർ? അപ്പൊ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് വരും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. സപ്പോസ് ഇതൊരു പേനയാണ്, അല്ലെ? ഇതൊരു പെന്നാണ്. സപ്പോസ് ഇതൊരു പെന്നാണ്, നോക്കിയേ, ഇതൊരു പേനയാണ്.
ക്ലിയർ. ഈ പാൻ എനിക്ക് ഡെലിവർ ചെയ്യണമെങ്കിൽ എന്ത് വരും? ഈ പാൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വരും മക്കളെ? കോസ്റ്റ് വരും. ഈ പാൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വരും മക്കളെ? കോസ്റ്റ് വരും. സോ ഈ പാൻ ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് ആയി എന്ന് അറിഞ്ഞാലാണ് ഈ പാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ പാനയുടെ സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോസ്റ്റ് എത്ര എന്ന് അറിയണം. ഇത് ഉണ്ടാക്കാൻ എത്രയാണ് കോസ്റ്റ് എന്ന് അറിഞ്ഞാലല്ലേ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ. സോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് കോസ്റ്റുകൾ വരും. ക്ലിയർ. ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അതൊക്കെ നമുക്ക് പഠിക്കാം. എന്താണ് ഡയറക്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. സോ ടൈം ബീങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അല്ലെ ഇപ്പൊ ഈ ഒരു പാനമ്മ നമ്മൾ ജസ്റ്റ് കാണുന്നത് കുറച്ച് പ്ലാസ്റ്റിക്കും കുറച്ച് അല്ലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കാണുന്നുള്ളൂ. പക്ഷെ ഇത് ഉണ്ടാക്കാൻ ഇതിന്റെ പിറകിൽ ഒരുപാട് എഫോർട്ട് ഉണ്ടാവും. ഒരുപാട് ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാകും. ഈ ഒരു പാൻ ഉണ്ടാക്കണമെങ്കിൽ മെഷീനറി ഒക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നതാവുക. അപ്പോൾ പല മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ മെഷീനറി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വരും, ഇലക്ട്രിസിറ്റി ബില്ല് വരും. അതുപോലെ തന്നെ ഈ പാൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലായിരിക്കും അല്ലെ. അപ്പോൾ ആ ഫാക്ടറിന്റെ റെന്റ് വരും അല്ലെ, റെന്റ് വരും. ആ ഫാക്ടറിയിൽ സൂപ്പർവൈസർ, ഈ ലേബറിനൊക്കെ നോക്കി നടത്താൻ ഒരു സൂപ്പർവൈസർ വെക്കുന്നുണ്ട് വെച്ചോ. അപ്പോൾ സൂപ്പർവൈസർക്ക് ചാർജ് കൊടുക്കണം. അപ്പോൾ സൂപ്പർവൈസർ ചാർജ് വരും. ക്ലിയർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഉണ്ടാക്കാൻ ഇതിന്റെ ബാക്കിൽ ഒരുപാട് കോസ്റ്റുകൾ ഉണ്ട്. ഈ പാനിന്റെ ചില മെറ്റീരിയൽസ് ചിലപ്പോൾ വാങ്ങിക്കൊണ്ടുവരുന്നത് വേറെ സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ കൺട്രീസിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഇങ്ങോട്ട് എത്തിക്കാൻ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഒരു കാര്യം മനസ്സിലാക്കുക, നോക്കുമ്പോൾ നമുക്ക് വളരെ മെറ്റീരിയൽസ് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതിന്റെ പിറകിൽ ഒരുപാട് കോസ്റ്റുകൾ നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. സോ ഈ കോസ്റ്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ കോസ്റ്റ് എത്രയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ കോസ്റ്റ് അറിഞ്ഞാലാണ്, എത്രയാണ് കറക്റ്റ് കോസ്റ്റ് ആയി എന്ന് അറിഞ്ഞാലാണ് എത്ര രൂപയ്ക്ക് ഇത് വിൽക്കണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ കോസ്റ്റ് എത്രയെന്ന് അറിഞ്ഞാലാണ് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് എത്രയാണ് പ്രൈസ് ചാർജ് ചെയ്യേണ്ടത്, പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. കോസ്റ്റ് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ നമ്മൾ കോസ്റ്റ് ആസ് എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ആസ് എ CMA, നമ്മളൊരു സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിട്ട് നമ്മളൊരു കമ്പനീസിൽ ഒരു മാനേജ്മെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് കൂട്ടാനാണ് നോക്കുക, കുറക്കാനാണ് നോക്കുക? നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് കൂട്ടാനാണ് നോക്കുക, കുറക്കാനാണ് നോക്കുക? നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് കുറക്കാനാണ് നോക്കേണ്ടത്. കാരണം കോസ്റ്റ് കുറക്കുമ്പോഴാണ് ലാഭം കൂടുക. ചെലവ് കുറക്കുമ്പോഴല്ലേ ലാഭം കൂടുക. സോ നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. സോ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ 2 ടൈപ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്. വാല്യൂ ആഡഡ് കോസ്റ്റ് ഉണ്ട്, നോൺ വാല്യൂ ആഡഡ് കോസ്റ്റ് ഉണ്ട്. എന്താന്നൊക്കെ നമുക്ക് പറയാം, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്തിയിട്ട് നമ്മുടെ കോസ്റ്റ് കുറക്കാൻ പാടില്ല അല്ലെ. നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വാല്യൂ ആഡഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കോസ്റ്റ് നമ്മുടെ കമ്പനിയുടെ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ കോസ്റ്റ് നമ്മുടെ കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ കോസ്റ്റുകൾ നമ്മൾ കുറക്കാൻ പാടില്ല. നോൺ വാല്യൂ ആഡഡ് കോസ്റ്റ് ഉണ്ട്. എന്താ നോൺ വാല്യൂ ആഡഡ് കോസ്റ്റ്? ആ ഒരു കോസ്റ്റ് കാരണം നമ്മുടെ കമ്പനിയുടെ വാല്യൂ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ വാല്യൂ ഒന്നും ഇൻക്രീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റുകളെയാണ് നോൺ വാല്യൂ ആഡഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനത്തെ കോസ്റ്റുകൾ ഏതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കോസ്റ്റുകളാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ കോസ്റ്റ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. സോ നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ D, പാർട്ട് 1 സെക്ഷൻ D, കോസ്റ്റ് മാനേജ്മെന്റ് അല്ലേ. യെസ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. സോ നമുക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. ഒരു കാര്യം പഠിക്കുമ്പോൾ ബൈഹാർട്ട് ഇതിന് പഠിക്കലല്ല, എന്താന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എക്സാംസിനാണെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതെന്താ വാട്ട് ഈസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിന് വരിക. അത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും കൺസെപ്ച്വൽ ക്ലാരിറ്റി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാംസിന് വരിക. അപ്പൊ എന്താന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. ക്ലിയർ. എന്താന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി പോയാൽ മതി. ബട്ട് മനസ്സിലാക്കുക മീൻസ് എക്സാംസിന് ഇത് ചോദിച്ചാൽ നമുക്ക് എഴുതാനും കൂടി പറ്റണം. ആ ലെവലിൽ മനസ്സിലാക്കി പോവാം. ഓക്കെ. സോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സോ നിങ്ങളുടെ നല്ല ഫ്രഷ് നോട്ട്ബുക്കിൽ പാർട്ട് 1 സെക്ഷൻ D എന്നൊക്കെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടാകും. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പാർട്ട് 1 സെക്ഷൻ D, കോസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ. യെസ്. സോ നമുക്ക് അതിൽ വരുന്ന ടേംസ് ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക. ടേംസ്, കുറച്ച് ബേസിക് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതില് പാർട്ട് 1 സെക്ഷൻ D വരുന്ന കുറച്ച് ബേസിക് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. സോ ടേംസിൽ കൊടുത്ത ഒന്നാമത്തെ ടേംസ് കൊടുത്ത കോസ്റ്റ്. ഓക്കെ. കോസ്റ്റ് എന്താന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കോസ്റ്റ്. സോ എന്താണ് കോസ്റ്റ് മക്കളെ എന്ന് പറഞ്ഞേ. വാട്ട് ഈസ് കോസ്റ്റ്? കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു നോക്കിയേ. യെസ്. സോ വാട്ട് ഈസ് കോസ്റ്റ്? നിങ്ങളൊന്ന് പറഞ്ഞേ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അല്ലെ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് നിറവേറ്റാൻ വരുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ് എന്ന് പറഞ്ഞേ. കോസ്റ്റ് എന്ന് ഡെഫിനിഷൻ വെച്ചാൽ കോസ്റ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഗിവൺ അപ്പ് ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് നിറവേറ്റാൻ നമുക്ക് വരുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ്. നമ്മൾ ഒരുപാട് കോസ്റ്റ് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എക്സാംസിന് കോസ്റ്റ് എന്താണെന്നൊന്നും ഡയറക്റ്റ് ഒരിക്കലും ചോദ്യം ചോദിക്കൂല. ബട്ട് ആസ് എ നമ്മൾ ബേസിക് എന്നാണ് നമ്മൾ ഓരോ ടോപ്പിക് നമ്മൾ എടുക്കുന്നത് ഫ്രം ദ ബേസിക് ലെവൽ എന്നാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബേസിക് ആയ അല്ലെ ലെവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പറയുന്നതാണ് വാട്ട് ഈസ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ
അല്ലെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യം, ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് നിറവേറ്റാൻ വരുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ്. ക്ലിയർ? ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് നിറവേറ്റാൻ വരുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമുക്ക് എന്ത് വിളിക്കുക? കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ CMA പഠിക്കുന്നു. സോ നിങ്ങൾക്ക് CMA പഠിക്കാൻ ഒരുപാട് കോസ്റ്റ് വരും അല്ലേ? അപ്പോൾ ആ CMA പഠിക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ആണ്, നിങ്ങളുടെ ലക്ഷ്യമാണ് CMA പഠിക്കുക എന്നുള്ളത്. സോ അതിന് നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് വരുന്ന എല്ലാ എമൗണ്ടിനും നിങ്ങൾ എന്ത് എമൗണ്ടിനും കൂടി വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ്. എമൗണ്ട് ആണ് കോസ്റ്റ്. ക്ലിയർ? നിങ്ങൾ സപ്പോസ് ഒരു കാശ്മീർ അല്ലെ, കാശ്മീരിലോട്ട് നിങ്ങൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നു. സോ അതിന് നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് വരും അല്ലെ, ഒരുപാട് എമൗണ്ട് വരും. സോ എല്ലാ ടോട്ടൽ എമൗണ്ടിന് നിങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ്. സോ നമ്മുടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നിറവേറ്റാൻ വരുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ്. സോ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു? കോസ്റ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഗിവൺ അപ്പ് ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് നിറവേറ്റാൻ വരുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ് എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി കോസ്റ്റിനെ പോലെ തന്നെ നമ്മൾ അല്ലെ ഇന്റർചേഞ്ചബിളി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റി ഉപയോഗിക്കുന്ന സംഭവമാണ് കോസ്റ്റും എക്സ്പെൻസും. ആക്ച്വലി അല്ലെ നമ്മൾ പല സ്ഥലങ്ങളിലും കോസ്റ്റ് എന്ന് വെച്ചാൽ എക്സ്പെൻസ് തന്നെയാണെന്ന് പറയാറുണ്ട്, സിമ്പിൾ ആയിട്ട് അങ്ങനെ ജനറലി പറയാറുണ്ട്. ബട്ട് ഒരു ഡെപ്തിൽ മനസ്സിലാക്കുമ്പോൾ കോസ്റ്റ് വേറെയാണ്, എക്സ്പെൻസ് വേറെയാണ്. എന്താണ് കോസ്റ്റും എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം? കോസ്റ്റ് വേറെ, അതേപോലെ എക്സ്പെൻസ് വേറെ, രണ്ടാണ്. സോ എന്താണ് സാറേ കോസ്റ്റ് എന്താണ് എക്സ്പെൻസ് എന്താണെന്ന് പറയുന്നത്? ശ്രദ്ധിക്കട്ടാ. സോ എക്സ്പെൻസ് എന്താ ഞാൻ പറയാം. നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാഭം കണ്ടുപിടിക്കുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. എന്താ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് ഈ വർഷത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻകം സ്റ്റേറ്റ്മെന്റ്. എന്ന് പറഞ്ഞാൽ എന്ത്? ഇൻകം സ്റ്റേറ്റ്മെന്റ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് നമ്മുടെ ഇൻകം കണ്ടുപിടിക്കുക? നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? റവന്യൂവിൽ നിന്ന് എല്ലാ എക്സ്പെൻസും കുറച്ചാൽ ഫൈനൽ കിട്ടുന്നതല്ലേ പ്രോഫിറ്റ് അഥവാ ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാലും പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ് അല്ലെ? സോ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? റവന്യൂവിൽ നിന്ന് നമ്മുടെ കമ്പനിയുടെ റവന്യൂസിൽ നിന്ന് എല്ലാ എക്സ്പെൻസും കുറച്ചാൽ കിട്ടുന്നതാണ് ഫൈനൽ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? യെസ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കമ്പനിയുടെ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ എന്റെ ഉണ്ടാക്കാൻ വരുന്നത് എന്റെ കോസ്റ്റ് ആണ്. എന്നിട്ട് ഞാൻ എപ്പോഴാണ് ഒരു സാധനം വിൽക്കുന്നത്, ശ്രദ്ധിക്കുക, എപ്പോഴാണ് ഒരു സാധനം വിൽക്കുന്നത്? എന്താ റവന്യൂ എന്ന് പറഞ്ഞാൽ? സെയിൽസ് റവന്യൂ. സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിനാണ് സെയിൽസ് റവന്യൂ. റവന്യൂ എന്ന് വെച്ചാൽ വരവ്, എക്സ്പെൻസ് എന്ന് വെച്ചാൽ ചെലവ്. സോ വരവ് ചെലവ് കുറച്ചതാണ് നമ്മുടെ പ്രോഫിറ്റ് അഥവാ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കുക? റവന്യൂ മൈനസ് എക്സ്പെൻസ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് അല്ലെ? റവന്യൂസിന് എക്സ്പെൻസ് കുറച്ചതാണ് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ്. ക്ലിയർ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സാധനം സെയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അത് റവന്യൂ ആയിട്ട് കാണിക്കുള്ളൂ. ഒന്നുകൂടി പറയാം, ഒരു സാധനം സെയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ എത്ര എമൗണ്ടിനാണോ സെയിൽ ചെയ്തത്, ഇപ്പൊ കസ്റ്റമർക്ക് എത്ര രൂപക്കാണ് വിറ്റത്, ആ എമൗണ്ട് ആണ് നമ്മൾ റവന്യൂ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. എന്നിട്ട് ആ സെയിൽ ചെയ്ത ഗുഡ്സിന്റെ കോസ്റ്റ് ഉണ്ടാവില്ലേ, സെയിൽ ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് നമുക്ക് ചെലവായി, നമ്മുടെ കോസ്റ്റ് ചെലവ്. അപ്പൊ സെയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ എമൗണ്ട് എന്തായിട്ട് കാണിക്കുള്ളൂ? ആ എമൗണ്ടിന് ചെലവായത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുള്ളൂ. സോ റവന്യൂസ് നമ്മൾ എക്സ്പെൻസ് കുറച്ചിട്ട് ബാക്കി റിമൈനിങ് ഉള്ളത് ഒന്നുകിൽ പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ലോസ് ആവാം. എക്സ്പെൻസ് റവന്യൂസിനേക്കാളും കൂടുതലാണെങ്കിൽ, അത് റവന്യൂസിനേക്കാൾ വലിയ എമൗണ്ട് ആണ് എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ, എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും, എക്സ്പെൻസ് കുറവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ. സോ എന്താണ് റവന്യൂ അല്ലെങ്കിൽ മീൻസ് എന്താണ് കോസ്റ്റും എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് പറയുന്നത്. എന്നാണ് ശ്രദ്ധിച്ചിരിക്കുക. കോസ്റ്റ് എന്താണ്, എക്സ്പെൻസ് എന്താണ്? കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം നിറവേറ്റാൻ വരുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റവന്യൂസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് റവന്യൂ എന്ന് വെച്ചാൽ എന്താ? സെയിൽസ് റവന്യൂ അല്ലെ? സെയിൽസ് റവന്യൂ. സോ ഈ റവന്യൂ അല്ലെങ്കിൽ സെയിൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കുറക്കുന്ന അല്ലെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ, ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇൻകം കാണിക്കുന്ന, ഇൻകം കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഒന്നും ടെൻഷൻ ആവണ്ട. സോ ഇപ്പൊ ടൈം ബീങ് ഞാൻ പറയുന്ന ലെവലിൽ മനസ്സിലാക്കുക, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് അഥവാ ഇൻകം കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. സോ റവന്യൂ അല്ലെങ്കിൽ സെയിൽസിന്റെ അടിയിൽ കുറക്കുന്നതിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക? എക്സ്പെൻസ്. സോ ആ റവന്യൂസിന്റെ അടിയിൽ കുറക്കുന്ന എമൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്പെൻസ് എന്ന് വിളിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനൊരു എന്റെ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കുന്ന ഒരു ബിസിനസ് ആണെന്ന് വെച്ചോ, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്ന ഒരു ബിസിനസ് ആണെന്ന് വെച്ചോ. സപ്പോസ് ഞാൻ ഒരു 100 പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു. എത്ര? 100 യൂണിറ്റ്സ്. ഒന്ന് ശ്രദ്ധിക്കണേ, 100 യൂണിറ്റ്സ് ഞാൻ എന്ത് ചെയ്തു? 100 യൂണിറ്റ്സ് ഞാൻ മാനുഫാക്ചർ ചെയ്തു. 100 യൂണിറ്റ്സ് ഞാൻ ഉണ്ടാക്കി. ക്ലിയർ? എനിക്ക് ഓരോന്നും ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ് നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഡോളർ ഒരു അല്ലെ
7 ആണ്. ഓരോന്ന് ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ് $7 ആണ് ഉണ്ടാക്കുന്നത്. എന്താ സാർ ഡോളർ ഉപയോഗിക്കുന്നത്? അതായത് നമ്മൾ CMA, SECA ഇങ്ങനത്തെ ഇന്റർനാഷണൽ കോസ്റ്റുകൾ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് അല്ല നമ്മൾ ഉപയോഗിക്കുക. എല്ലായിടത്തും നമ്മൾ ഡോളർ ആണ് ഉപയോഗിക്കുക. ഒന്നുമില്ല, ഇന്ത്യൻ റുപ്പീസിന് പകരം ഡോളർ എന്നുള്ള കണക്ക് പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഡോളറിലാണ് നമ്മൾ എല്ലാം എഴുതുക കേട്ടോ. ഡോളറിന്റെ സിമ്പിൾ അറിയില്ല, എസ് ഇട്ടിട്ട് ഇങ്ങനെ വരക്കുന്നതാണ് ഡോളർ. ഓക്കെ, യെസ്. അപ്പൊ ഡോളർ എല്ലാ കാൽക്കുലേഷൻസ് ഡോളർ ആണ് വരിക. അതിനെ കുറിച്ച് പറയാം. ഓക്കെ, അതിനെ കുറിച്ച് ഞാൻ പറയാം, അവിടെ നിൽക്കട്ടെ. സോ ഡോളറിലാണ് കാൽക്കുലേഷൻസ് വരിക. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെ, 100 യൂണിറ്റ്സ് നമ്മൾ ഉണ്ടാക്കി ഓരോന്നിനും വന്നിട്ടുള്ള കോസ്റ്റ് എത്രയാണ്? ഓരോന്ന് ഉണ്ടാക്കാൻ വന്നിട്ടുള്ള കോസ്റ്റ് അല്ലെ 7 ആണ്. അപ്പോൾ അല്ലെ കോസ്റ്റ് പെർ യൂണിറ്റ്, എന്താ കോസ്റ്റ് പെർ യൂണിറ്റ്സ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിന് വന്നിട്ടുള്ള കോസ്റ്റ് എത്രയാണ് മോനെ? $7 ആണ് ഒരു യൂണിറ്റിന് വന്നിട്ടുള്ള കോസ്റ്റ്. ക്ലിയർ അല്ലേ? ഇതാണ് കാര്യം. ഇപ്പൊ ഇത്രയാണ് കാര്യം. അപ്പൊ ഇതാണ് ഇപ്പൊ സംഭവം. ക്ലിയർ? അപ്പൊ 100 യൂണിറ്റ്സ് ഉണ്ടാക്കി ഒന്നിന് വന്നിട്ടുള്ള കോസ്റ്റ് $7 ആണ്. ഓക്കെ, യെസ്. ഇനി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഞാനൊരു 40 യൂണിറ്റ്സ് വിറ്റു, 40 യൂണിറ്റ് വിറ്റു. അപ്പൊ 40 യൂണിറ്റ് വിറ്റു. 40 യൂണിറ്റ് വിൽക്കുമ്പോൾ എന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് പറയാം? സെല്ലിംഗ് പ്രൈസ് ഇപ്പോൾ നോക്കിയേ, ഒരു 40 യൂണിറ്റ് ഞാൻ സെയിൽ ചെയ്തു. 100 യൂണിറ്റ് ഉണ്ടാക്കിയിരുന്നു, അതിൽ 40 യൂണിറ്റ്സ് ഞാൻ എന്ത് ചെയ്തു മോനെ? സെയിൽ ചെയ്തു. 40 യൂണിറ്റ് സെയിൽ ചെയ്തു. സെയിൽ ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവില്ല. എന്താ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്? എന്താ പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ പെർ ബാർ ഇട്ടിട്ട് യൂണിറ്റ്, ഒരു യൂണിറ്റ് പെർ യൂണിറ്റ് മീൻസ് ഒരു യൂണിറ്റ്. സോ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് വരുന്നത് $10 ആണ്. $10 ആണ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. അപ്പൊ 40 യൂണിറ്റ് വിറ്റു. അപ്പൊ ഒന്ന് വെക്കുന്നത് $10 അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ 100 യൂണിറ്റ്സ് ഉണ്ടാക്കി, ഓരോന്നും ഉണ്ടാക്കിയത് $7 ആണ്. അപ്പൊ സാധനം ഉണ്ടാക്കിയ എന്ന് വെച്ചിട്ട് അത് എക്സ്പെൻസ് ആയിട്ട് മാറില്ല. എക്സ്പെൻസ് എന്ന് പറയാൻ അർത്ഥം ചെലവ് എന്നാണ് അർത്ഥം, ചെലവ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോ 100 യൂണിറ്റ് ഉണ്ടാക്കി ഓരോന്നിനും $7 ആണ് സ്പെൻഡ് ചെയ്തത്. അപ്പൊ 100 യൂണിറ്റ് ഉണ്ടാക്കി ഓരോന്നിനും $7 സ്പെൻഡ് ചെയ്തു. അപ്പൊ 100 into 7 എന്ന് പറയുമ്പോൾ 700 എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ക്യാഷ് 700 പോയിട്ടുണ്ട്. പക്ഷേ അത് ആ 700 ഇപ്പൊ എനിക്ക് ഇൻവെന്ററി ആയിട്ട്, എന്റെ ഇൻവെന്ററി ഉണ്ടാക്കുന്ന ഗുഡ്സുകളെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് വിളിക്കുക, സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് വിളിക്കുക. അപ്പൊ ആ സാധനം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, എവിടേക്കും പോയിട്ടൊന്നുമില്ല. ക്ലിയർ? എന്റെ സാധനം അല്ലെ, പൈസ കൊടുത്ത് സാധനം ഉണ്ടാക്കി എന്റെ കയ്യിൽ സാധനം ഉണ്ട്. അപ്പൊ എന്റെ വെയർ ഹൗസ് എന്ന് വെച്ചാൽ എന്താ? ഗോഡൌൺ അല്ലെങ്കിൽ വെയർ ഹൗസിൽ 100 യൂണിറ്റ്സ് എടുക്കുന്നുണ്ട്. ഓരോന്നിന്റെ കോസ്റ്റ് ഉണ്ടാക്കാൻ വന്നിട്ടുള്ള കോസ്റ്റ് $7 ആണ്. ഇപ്പൊ എന്റെ ഇൻവെന്ററി കോസ്റ്റ് എത്രയാ ഒന്ന് പറഞ്ഞാൽ? ഇപ്പൊ എന്റെ ഇൻവെന്ററി കോസ്റ്റ് എത്രയാന്ന് പറയൂ. ഇപ്പൊ എന്റെ ഇൻവെന്ററി കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെന്ററി കോസ്റ്റ്, അപ്പൊ ഇൻവെന്ററിയിൽ ഉള്ളത് എത്രയാ? നീ പറ. 100 യൂണിറ്റ്സ് ഉണ്ട്, ഓരോന്നിന് വരുന്നത് $7 ആണ്. അപ്പൊ നമുക്ക് 100 യൂണിറ്റ്സ് ഉണ്ട്, ഓരോന്നിന് വരുന്നത് $7 ആണ്, ഓരോന്നിന് ഉണ്ടാക്കാൻ വന്നിട്ടുള്ള കോസ്റ്റ്. അപ്പൊ 100 into $7 എന്ന് പറയുമ്പോൾ $700 അല്ലെ, $700 എന്ന് കിട്ടും. അപ്പൊ $700 എവിടെയും പോയിട്ടില്ല, സാധനം അല്ലെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് എക്സ്പെൻസ് ആയിട്ട് മാറിയിട്ടില്ല. വിൽക്കുമ്പോഴാണ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് മാറുക. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി ഞാൻ വിൽക്കുന്നു 40 യൂണിറ്റ് വിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, 40 യൂണിറ്റ് വിൽക്കുന്നുണ്ട്. അപ്പൊ 40 യൂണിറ്റ് വിൽക്കുമ്പോൾ ആ 40 യൂണിറ്റ് വിൽക്കുമ്പോൾ ആ എമൗണ്ട് 40 യൂണിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ അത് എക്സ്പെൻസ് ആയിട്ട് മാറും. അപ്പൊ നന്നായി ശ്രദ്ധിച്ചോ. അപ്പൊ 40 യൂണിറ്റ് വിൽക്കുമ്പോൾ എന്റെ റവന്യൂ എത്ര? റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ എത്രയാ? സെയിൽസ് റവന്യൂ എത്രയാ? സെയിൽസ് റവന്യൂ നിങ്ങൾ പറഞ്ഞേ അല്ലെ, 40 യൂണിറ്റ് ആണ് വിൽക്കുന്നത്, ഒന്ന് വിൽക്കുന്നത് 10-നാണ് അല്ലെ. 40 യൂണിറ്റ്സ് അല്ലെ, ഞാനൊന്ന് കറക്റ്റ് ചെയ്താൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. 40 യൂണിറ്റ്സ് അല്ലെ, 40 യൂണിറ്റ്സ് ഇൻറ്റു $10 അല്ലെ. 10-നല്ലേ വെക്കുന്നത്, 40 into $10, 40 യൂണിറ്റ്സ് ഇൻറ്റു $10 എന്ന് പറയുമ്പോൾ $400 എന്ന് കിട്ടും. സോ $400 ആണ് എന്റെ എന്ത് സെയിൽസ് റവന്യൂ. $400 ആണ് എന്റെ സെയിൽസ് റവന്യൂ. സോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് $400 ആണ് എന്റെ സെയിൽസ് റവന്യൂ. ഇനി ഞാൻ എത്ര എമൗണ്ട് വിറ്റു? ആ വിറ്റ എമൗണ്ട് ഞാൻ എന്തായിട്ട് കാണിക്കും? എക്സ്പെൻസ് ആയിട്ട് വരും, എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. എക്സ്പെൻസ്. അപ്പൊ എത്ര എക്സ്പെൻസ്? അപ്പൊ വിറ്റാൽ ആ എമൗണ്ട് എത്ര ഗുഡ്സ് ആണ് വിറ്റത്? 40 യൂണിറ്റ് വിറ്റു. അപ്പൊ 40 യൂണിറ്റ് എന്റെ കയ്യിൽ നിന്ന് പോവും. കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ എക്സ്പെൻസ് കാണിക്കുക. അപ്പൊ എത്ര? 40 യൂണിറ്റ് എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. 40 യൂണിറ്റിന് ഓരോന്നിന് കോസ്റ്റ് $7 ആണ്. സോ എന്റെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യട്ടെ. കാൽക്കുലേറ്റർ എക്സാംസിനൊക്കെ കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ 40 into 7 എനിക്ക് 280 എന്ന് കിട്ടും. സോ സെയിൽസ് റവന്യൂസ് നമ്മൾ എക്സ്പെൻസ് കുറക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എന്ത് വിളിക്കുന്നത്? പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. സോ എത്രയായിരിക്കും മക്കളെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞേ? എത്രയായിരിക്കും പ്രോഫിറ്റ് എന്ന് പറഞ്ഞേ അല്ലെ? 400 minus 280. സോ പ്രോഫിറ്റ് കിട്ടുന്നത് എത്രയാണ് മോനെ? 120 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. ഇസ് ക്ലിയർ? 120 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വരിക. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒരു സാധനം ഉണ്ടാക്കിയാൽ ആ ഉണ്ടാക്കാൻ വന്ന ചെലവുകളൊക്കെ നമ്മൾ കോസ്റ്റ് ആയിട്ട് നമ്മൾ അല്ലെ, ആ സാധനം ഉണ്ടാക്കുന്നു. അപ്പൊ ഉണ്ടാക്കാൻ വന്ന എമൗണ്ട് ഒക്കെ നമ്മുടെ കോസ്റ്റ് ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് മീൻസ് നമ്മൾ എഴുതി വെക്കുന്ന റെക്കോർഡിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുക. അത് അറിയാത്തവരൊക്കെ ഉണ്ടാവും, നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 100 യൂണിറ്റ് ഉണ്ടാക്കി. അപ്പൊ 100 ഓരോന്നിനും $7 ആണ് കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ 100 into 7 700
100 ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് 40 യൂണിറ്റ് വിൽക്കുന്നു. അപ്പൊ 40 യൂണിറ്റ് വിൽക്കുമ്പോൾ അല്ലെ 40 യൂണിറ്റ് വിൽക്കുന്നു. അപ്പൊ 40 × 1 വിൽക്കുന്നത് 10-നാണ്. അപ്പൊ 40 × 10 അല്ലെ 400 ആണ് എന്റെ സെയിൽസ് റവന്യൂ. ക്ലിയർ? അപ്പൊ അതിന്റെ എക്സ്പെൻസ് എത്രയാന്ന് പറഞ്ഞാൽ 40 × ഓരോന്നിന് വന്നിട്ടുള്ള കോസ്റ്റ് 7 ആണ്. സോ 40 × 7 $280 അല്ലെ $280 ആണ് എന്റെ എന്ത് $280 ആണ് എന്റെ എക്സ്പെൻസ്. സോ അപ്പൊ എനിക്ക് $120 ആണ് എന്റെ എന്ത് പ്രോഫിറ്റ്. Is it clear all of you? Yes. ഇപ്പൊ എന്റെ വെയർ ഹൗസിൽ എത്ര സാധനം ഉണ്ട്? 100 യൂണിറ്റ് ഉണ്ടോ അതോ എത്ര യൂണിറ്റ് ഉള്ളത്? 100 യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 40 യൂണിറ്റ് പോയി. 40 യൂണിറ്റ് വിറ്റ് കഴിഞ്ഞു. സോ 40 × അതിന് ഓരോന്നിന് വരുന്ന കോസ്റ്റ് നമുക്കറിയാം 7 ആയിരുന്നു. സോ 40 × 7 എന്ന് പറയുമ്പോൾ $280 സാധനം നമ്മൾ വിറ്റു. സോ ഇപ്പൊ ഇനി നമ്മുടെ ഗോഡൌണിൽ ഉള്ളത് എത്ര സാധനം എന്നറിയോ? 60 യൂണിറ്റ് ഉണ്ടാവുള്ളൂ. 60 യൂണിറ്റ് ഉണ്ടാവുള്ളൂ. അതിന് ഓരോന്നിന് വരുന്ന കോസ്റ്റ് $7 ആണ്. സോ 60 × 7 ഈസ് ഈക്വൽ ടു എത്രയാണ്? 420. ഇസ് ഇറ്റ് ക്ലിയർ? 420 ആണ് ഇപ്പൊ നമ്മുടെ ഇൻവെന്ററിയുടെ കോസ്റ്റ്. ഇനി 60-ൽ നിന്ന് ഇനിയും വെക്കുമ്പോൾ എന്താകും? ഇൻവെന്ററിയുടെ കോസ്റ്റ് കുറഞ്ഞിട്ട് എന്തായിട്ട് മാറും? എക്സ്പെൻസ് ആയിട്ട് മാറും. അപ്പൊ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു സാധനം ഒരു എമൗണ്ട് ചെലവഴിച്ചാൽ അതൊക്കെ എന്തായി? കോസ്റ്റ് ആയി. എന്നിട്ട് അത് വിൽക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുക? നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് മാറുക. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒരു സാധനം എക്സ്പെൻസ് ആയിട്ട് മാറുന്നതിന് മുന്നേ അത് എന്തായിരിക്കും? അത് കോസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അല്ലെ? ഒരു സാധനം എക്സ്പെൻസ് ആയിട്ട് മാറുന്നതിന് മുന്നേ, അതായത് എക്സ്പെൻസ് ആവുന്നതിന് മുന്നേ അത് എന്തായിരിക്കും? കോസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് അല്ലെ? എക്സ്പെൻസ് വന്നിട്ടുണ്ട്. 40 യൂണിറ്റിന്റെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അത് ആദ്യം എവിടെ ഇൻവെന്ററി കോസ്റ്റ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത്? എക്സ്പെൻസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഒരു സാധനം എക്സ്പെൻസ് ആയിട്ട് മാറുന്നതിന് മുന്നേ അത് എന്തായിട്ടായിരിക്കും ഉണ്ടാവുക? കോസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ടൈമിംഗ് അല്ലെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ അല്ലെ വീഡിയോ പോസ് ചെയ്തിട്ട് കൃത്യമായിട്ട് സൈഡിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കുക ആവശ്യമുണ്ടെങ്കിൽ അല്ലെ. ജസ്റ്റ് എക്സ്ട്രാ പറയുന്ന എക്സാമ്പിൾസ് ആണ്. സോ ക്ലിയർ അല്ലേ പറയുന്നത്? അപ്പൊ ഒരു എന്ത് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റവന്യൂവിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നതൊക്കെ നമ്മുടെ എന്താണ്? എക്സ്പെൻസ് ആണ്. ക്ലിയർ? അപ്പൊ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു കാര്യം നിറവേറ്റാൻ വരുന്ന ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ്. ഓക്കെ, യെസ്. നമുക്കിനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. സോ കോസ്റ്റിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. കോസ്റ്റ് ഈസ് ദ അല്ലെ കോസ്റ്റിന്റെ ഡെഫിനിഷൻ അല്ലെ ഒരു ടേംസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതിയാൽ മതിട്ടാ. ഇതൊക്കെ ടേംസ് ആണ്. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ടേംസ് ആണ്. സോ എന്താ കോസ്റ്റ് എന്ന് മനസ്സിലാക്കിക്കേ. കോസ്റ്റ് എന്ന് വെച്ചാൽ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഗിവൺ അപ്പ് ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് നിറവേറ്റാൻ വരുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ് എന്ന് വിളിക്കുക. ഇനി എക്സ്പെൻസിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഒന്ന് വായിച്ചേ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണ്. എക്സ്പെൻസ് എന്ന് വെച്ചാൽ കോസ്റ്റ് ആണ്. കോസ്റ്റ് ദാറ്റ് ഹാവ് ബീൻ ചാർജ്ഡ് അഗെയിൻസ്റ്റ് ദ റവന്യൂ ഇൻ സ്പെസിഫിക് അക്കൗണ്ടിംഗ് പീരീഡ്. അപ്പൊ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിംഗ് പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ ഓരോ ഇയറിൽ നമ്മൾ റവന്യൂവിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്പെൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഒരു സാധനം എക്സ്പെൻസ് ആവുന്നതിന് മുന്നേ അത് എന്തായിട്ടായിട്ടുണ്ടാവുക? കോസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? ഇനി അപ്പൊ ഈ 2 പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പൊ കോസ്റ്റ് എന്താണ്, എക്സ്പെൻസ് എന്താണെന്ന് മനസ്സിലായി അല്ലെ? യെസ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക അല്ലെ, എക്സ്പെൻസസ് ആർ കോസ്റ്റ് ബട്ട് ഓൾ കോസ്റ്റ് ആർ നോട്ട് എക്സ്പെൻസസ് അല്ലെ. എല്ലാ എക്സ്പെൻസുകളും എന്താണ്? കോസ്റ്റ് ആണ്. പക്ഷെ എല്ലാ കോസ്റ്റും എന്താവണമെന്നില്ല? എക്സ്പെൻസ് ആവണമെന്നില്ല. നമ്മൾ ഈ ഒരു വർഷത്തിൽ നമ്മൾ റവന്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ എക്സ്പെൻസിന് വരുള്ളൂ. പക്ഷെ ആ ഒരു കാര്യം നിറവേറ്റാൻ നമുക്ക് വന്നിട്ടുള്ള ടോട്ടൽ എമൗണ്ടുകളെ നമ്മൾ എന്ത് വിളിക്കും? കോസ്റ്റ് എന്ന് വിളിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നുകൂടി പറയാം. ആ ഒരു ഇയറിൽ നമ്മൾ റവന്യൂസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന എമൗണ്ടുകളെ മാത്രം, റവന്യൂ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ലാഭം കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ലാഭം അല്ലെങ്കിൽ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുക. ആ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ റവന്യൂസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്പെൻസ് എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? അപ്പോ എല്ലാ എക്സ്പെൻസുകളും അല്ലെ എന്തായിട്ട് ആദ്യം ബിഫോർ എന്തായിരിക്കും? കോസ്റ്റ് ആയിരിക്കും. അപ്പൊ ഓൾ എക്സ്പെൻസസ് ആർ കോസ്റ്റ് ബട്ട് ഓൾ കോസ്റ്റ് ആർ നോട്ട് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റവന്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന എമൗണ്ടുകളെ മാത്രമാണ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പക്ഷെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം നിറവേറ്റാൻ നമുക്ക് വരുന്ന ടോട്ടൽ എമൗണ്ടുകളെ നമ്മൾ എന്ത് വിളിക്കും? കോസ്റ്റ് എന്ന് വിളിക്കും. ഇത് ക്ലിയർ? ഒന്ന് പറഞ്ഞേ. ആ ഒരു കാര്യം നിറവേറ്റാൻ വരുന്ന ടോട്ടൽ എമൗണ്ടുകളെ നമ്മൾ എന്ത് വിളിക്കും? കോസ്റ്റ് എന്ന് വിളിക്കും. പക്ഷെ നമ്മൾ റവന്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന എമൗണ്ടുകളെ മാത്രമാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക? എക്സ്പെൻസ് എന്ന് വിളിക്കുക. ഇത് ക്ലിയർ? ഒന്ന് പറഞ്ഞേ. എക്സ്പെൻസ് എന്ന് വിളിക്കുക. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം. ഒരു എക്സാമ്പിളോട് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് എന്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചോ. ഞാൻ ഒരു എക്സാമ്പിൾ ഓൾ എക്സ്പെൻസസ് ആർ കോസ്റ്റ് ബട്ട് ഓൾ കോസ്റ്റ്സ് ആർ നോട്ട് എക്സ്പെൻസസ്. അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ തരുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചോ. ഞാൻ എക്സാമ്പിൾ പറയാം. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒരു എക്സാമ്പിൾ രൂപത്തിൽ പറഞ്ഞു തരാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്റെ കയ്യിൽ ബിൽഡിംഗ് അല്ല, ഞാൻ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ വേണ്ട ബിൽഡിംഗ് ഒന്നും ഇല്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെയാണെന്ന് വെച്ചോ. ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് എന്റെ കയ്യിൽ ബിൽഡിംഗ് ഒന്നുമില്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ, നല്ല രീതിയിൽ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ബിസിനസ് ചെയ്യുന്നു.
ഞാനൊരു ബിസിനസ് ചെയ്യുന്നു. സോ ബിസിനസ് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് അല്ലേ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ്. ഞാൻ ഒറ്റക്കാണ്. അവിടെ രാവിലെ പോയിട്ട് ഷോപ്പ് തുറന്നിട്ട് ഈവനിങ് വരെ കച്ചവടം ചെയ്യും. സോ എൻ്റെ സ്വന്തം ബിസിനസ്സാണ്. അപ്പോൾ ഞാനത് വേറെ ഒരു ബിൽഡിംഗ് ഒക്കെ റെന്റിന് എടുത്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ എനിക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു. അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഇയർ എടുക്കുക. ഒരു ഇയറിൽ എനിക്ക് ഫോർ എക്സാമ്പിൾ ഒരു 50,000, ഒരു ഇയറിൽ ഒരു 50,000 ആണ് എനിക്ക് എന്ത് വരുന്നത്, റവന്യൂ വരുന്നത്. 50,000 ആണ് റവന്യൂ. ക്ലിയർ? എന്നിട്ട് ഞാൻ ഒരുപാട് ഗുഡ്സുകൾ വിൽക്കുന്നുണ്ടല്ലോ അല്ലെ, ഒരുപാട് ടെക്സ്റ്റൈൽസിൽ നമുക്കറിയാം ഡ്രസ്സസ് വിൽക്കുന്നുണ്ടാകും. സോ ആ വിൽക്കുന്ന ഡ്രസ്സുകൾക്കൊക്കെ വരുന്ന ഒരു കോസ്റ്റ് അല്ലെ ഡ്രസ്സിന്റെ ഒക്കെ കോസ്റ്റ് ഒരു 20,000 വരുന്നുണ്ട്. ക്ലിയർ? പിന്നെ നമുക്ക് റെന്റും ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ റെന്റ്, ഇലക്ട്രിസിറ്റി, അഡ്വർടൈസ്മെന്റ് അല്ലെ, അതെല്ലാം കൂടി ആയിട്ട് ഒരു 15,000 രൂപയും എന്ത് വരുന്നുണ്ട്, ചെലവുകൾ വരുന്നുണ്ട്. ക്ലിയർ? യെസ്. അപ്പോൾ എല്ലാം ഡോളറിലാണ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ 50,000 ആണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ സെയിൽ ചെയ്തിട്ട് കിട്ടുന്നത് ഒരു ഇയറിൽ. ഫോർ എക്സാമ്പിൾ, സോ 20,000 ആണ് നമ്മുടെ ഗുഡ്സിന്റെ കോസ്റ്റ്, അതായത് നമ്മുടെ ഡ്രസ്സിന്റെ ഒക്കെ വില അല്ലെ. അപ്പൊ എനിക്ക് 30,000 മൈനസ് വീണ്ടും 15,000 കുറക്കണം. എന്ന് വെച്ചാൽ അത് എന്താണെന്ന് പറഞ്ഞേ, 15,000 ആക്കണ്ട, നിങ്ങളൊരു 18,000 ആയിക്കോളൂ. 18,000. ഓക്കെ, 18,000. സപ്പോസ് 18,000. അപ്പൊ 50,000 മൈനസ് 20,000 മൈനസ് 18,000 ചെയ്യുമ്പോൾ 18,000 ചെയ്യുമ്പോൾ എനിക്ക് 12,000 കിട്ടും അല്ലെ, 12,000 കിട്ടും. ഓക്കെ, 12,000 കിട്ടും. സോ 12,000 ആണ് മക്കളെ എന്റെ പ്രോഫിറ്റ്. എസ് എന്ന് പറഞ്ഞേ, 12,000 ആണ് എന്റെ പ്രോഫിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? 12,000 ആണ് എന്റെ എന്തെന്ന് പറഞ്ഞേ പ്രോഫിറ്റ്. സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എക്സാമ്പിൾ പറയാം. 12,000 ആണ് പ്രോഫിറ്റ്. ഇതാണ് എന്റെ പ്രോഫിറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ എനിക്ക് ഞാൻ ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്നു. 50,000 രൂപയാണ് എന്റെ റവന്യൂ. $50,000 രൂപയല്ല, $50,000 ആണ് എന്റെ റവന്യൂ. ക്ലിയർ? $20,000 ആണ് എനിക്ക് ഡ്രസ്സിന്റെ ഒക്കെ വിലകൾ വരുന്നത്. അപ്പൊ വിൽക്കുന്ന ഡ്രസ്സുകൾക്ക് വരുന്ന കോസ്റ്റ്. അപ്പൊ അല്ലെ, അതേപോലെ തന്നെ 18,000 ആണ് എന്റെ റെന്റും, അതുപോലെ തന്നെ ആ ഒരു ഇയർത്തെ റെന്റും ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെ എല്ലാം കൂടി 18,000. സോ ആ ഒരു ഇയറിൽ എന്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 12,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 12,000 പ്രോഫിറ്റ് ഉണ്ട്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഞാൻ റെന്റ്, ഡ്രസ്സിന്റെ വില, ഇലക്ട്രിസിറ്റി ഇങ്ങനത്തെ ബില്ലുകൾ മാത്രമാണ് കുറച്ചത്. ക്ലിയർ? ഇനി ഇതിൽ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയി. നമ്മൾ എന്ന് പറയുന്ന ഒരാൾ അവിടെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇയറിൽ നമ്മൾ വേറെ ജോലിക്കൊന്നും പോവാതെ സ്വന്തമായിട്ടുള്ള ബിസിനസ് നോക്കി നടത്തുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കേ, നിങ്ങൾ ഒരു ഇയറിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതിന് പകരം വേറെ ഏതെങ്കിലും കമ്പനീസിൽ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുമായിരുന്നില്ലേ? ഒന്ന് ചിന്തിച്ചൊക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഓഫ് സാലറി കിട്ടുമായിരുന്നില്ല വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും ജോലിക്ക് കയറിയാൽ അല്ലേ? യെസ്. സോ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ മിസ്സാവുന്നില്ലേ? ആ ഒരു എമൗണ്ട് ആക്ച്വലി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ വേറെ ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് നിങ്ങൾ മിസ്സാക്കിയെന്നില്ല ഇവിടെ. കാരണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു $5,000 ഒരു $5,000 നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു $5,000 നിങ്ങൾക്ക് എന്ത് കിട്ടുമായിരുന്നു, സാലറി കിട്ടുമായിരുന്നു എന്ന് വെച്ചോ. എന്ത് കിട്ടുമായിരുന്നു? സാലറി കിട്ടുമായിരുന്നു എന്ന് വെച്ചോ. $5,000. ആക്ച്വലി നിങ്ങൾ ആ സാലറി ഇവിടെ മിസ്സാക്കുന്നില്ലേ? ആക്ച്വലി ആ കിട്ടേണ്ട സാലറി നിങ്ങൾ മിസ്സാക്കുന്നില്ലേ? കാരണം എന്താ, നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് $5,000 സാലറി കിട്ടുമായിരുന്നു. നിങ്ങൾ ജോലിക്ക് പോകുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു. അപ്പൊ കിട്ടേണ്ട 5,000 സാലറി നിങ്ങൾ മിസ്സാക്കുന്നില്ലേ? അങ്ങനെ മിസ്സാക്കുന്ന, അങ്ങനെ നഷ്ടപ്പെടുന്ന എമൗണ്ടുകളെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കുക. എന്തെന്ന് പറഞ്ഞേ, എന്ത് വിളിക്കുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞേ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ വേറെ എവിടെയെങ്കിലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് ഉണ്ട് അല്ലെ. സോ $5,000 നമുക്ക് സാലറി കിട്ടുമായിരുന്നു എന്ന് വെച്ചോ. അപ്പൊ കിട്ടേണ്ട $5,000 സാലറി മിസ്സാക്കിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഒരു $5,000 കൂടി നമുക്ക് ബിസിനസ് ചെയ്യുന്നത് കാരണം ഇൻഡയറക്ട്ലി വരുന്ന ഒരു നഷ്ടമല്ലേ? യെസ്. അപ്പോ ഈ $5,000 നമ്മുടെ എന്താണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് പറഞ്ഞ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജോബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് $5,000 സാലറി കിട്ടുമായിരുന്നു. ആ $5,000 സാലറി മിസ്സാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ആ 5,000 നമുക്കൊരു നഷ്ടപ്പെട്ട എമൗണ്ട് തന്നെയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായതാണ്. സോ അതിനാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ്സാക്കി, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടുത്തി, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. പക്ഷേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഇവിടെ ഒരിക്കലും കുറക്കത്തില്ല. കാരണം അത് നമുക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. ആ 5,000 നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞേ. ആ $5,000 ആക്ച്വലി കിട്ടേണ്ട എമൗണ്ട് മിസ്സായി.
ആ $5,000 നമുക്ക് കിട്ടേണ്ട സാധനം മിസ്സായി, കിട്ടേണ്ട എമൗണ്ട് മിസ്സായി, എത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് 5,000 പോകുന്നൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു $5,000 കിട്ടേണ്ടതായിരുന്നു, അത് നമ്മൾ മിസ്സായി, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ബിസിനസ്സിൽ നിന്ന് 5,000 നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കുറക്കൂല. അപ്പൊ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കോസ്റ്റ് ആണ്, പക്ഷെ അത് ഒരിക്കലും എന്തായിട്ട് വരൂല, റവന്യൂസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കുറക്കൂല, അതായത് എക്സ്പെൻസ് ആയിട്ട് മാറൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. എല്ലാ എക്സ്പെൻസുകളും എന്താണ്? കോസ്റ്റുകളായിരിക്കും. പക്ഷെ എല്ലാ കോസ്റ്റുകളും എന്താവണമെന്നില്ല, എക്സ്പെൻസ് ആവണമെന്നില്ല. അപ്പൊ ഇതിന്റെ ഈ ഒരു എക്സാമ്പിൾ തന്നെ ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആക്ച്വലി ഉണ്ട്. എത്ര? $5,000 ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. പക്ഷെ ആ $5,000 ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, റവന്യൂസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറക്കത്തില്ല. സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒരിക്കലും എക്സ്പെൻസ് ആയിട്ട് മാറൂല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓൾ എക്സ്പെൻസസ് ആർ കോസ്റ്റ് ബട്ട് ഓൾ കോസ്റ്റ് ആർ നോട്ട് എക്സ്പെൻസസ്. സപ്പോസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് ആണ്, പക്ഷെ അതൊരിക്കലും എന്തായിട്ട് മാറൂല, എക്സ്പെൻസ് ആയിട്ട് മാറൂല. Is it clear all of you? Yes. So ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്നത് മാത്രമല്ല നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. സോ ഒരു 5,000 നമുക്ക് കിട്ടേണ്ടത് മിസ്സായി അല്ലെ എന്ന് വെച്ചിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ വർഷം കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ റവന്യൂസിന് അഗേൻസ്റ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കുറക്കൂല. അപ്പൊ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ആണ്. സംഭവം ഇത് കോസ്റ്റ് ആണ്, കാരണം നമുക്ക് കിട്ടേണ്ട മിസ് അല്ലെ, നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു $5,000 കിട്ടേണ്ടതായിരുന്നു, അത് മിസ്സായി. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് ഒരു നഷ്ടം തന്നെയാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ അത് ഒരിക്കലും കുറയൂല, അല്ലെങ്കിൽ ലാഭം കണ്ടുപിടിക്കും ഒരിക്കലും കുറക്കൂല. അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് ഒരിക്കലും എക്സ്പെൻസ് ആയിട്ട് മാറൂല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ എക്സ്പെൻസുകളും എന്തായിരിക്കും, അത് എക്സ്പെൻസ് ആവുന്നതിന് മുന്നേ കോസ്റ്റ് ആയിരിക്കും. പക്ഷെ എല്ലാ കോസ്റ്റും എന്താവണമെന്നില്ല, എക്സ്പെൻസുകൾ ആവണമെന്നില്ല. യെസ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ക്ലാസ്സസ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി രണ്ടൊന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഗിവൺ അപ് ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് നിറവേറ്റാൻ വരുന്ന ടോട്ടൽ എമൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്റ്റ് എന്ന് വിളിക്കുക. ഇനി എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ റവന്യൂസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കുറക്കുന്നത് എമൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്സ്പെൻസ് എന്ന് വിളിക്കുക. ഇനി അടുത്തൊരു പോയിന്റ്, ഒരു സ്റ്റാർ മാർക്ക് ആക്കിയിട്ട് അടുത്തൊരു പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എ കോസ്റ്റ് need not be an expense. കോസ്റ്റ് എന്താവണമെന്നില്ല, എക്സ്പെൻസ് ആവണമെന്നില്ല. ബട്ട് എവരി എക്സ്പെൻസസ് വാസ് എ കോസ്റ്റ് ബിഫോർ ഇറ്റ് ബിക്കം ആൻ എക്സ്പെൻസ്. അപ്പൊ എല്ലാ എക്സ്പെൻസും എന്താണ്, എക്സ്പെൻസ് ആയി മാറുന്നതിന് മുന്നേ അത് എന്തായിട്ടായിരിക്കും ഉണ്ടാവുക, കോസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ എല്ലാ കോസ്റ്റുകളും എന്തായിട്ട് മാറണമെന്നില്ല, എക്സ്പെൻസ് ആയിട്ട് മാറണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് ആണ്, അത് എന്തായിട്ട് മാറണമെന്നില്ല, എക്സ്പെൻസ് ആയിട്ട് മാറണമെന്നില്ല. Is it clear all of you? So cost എന്താ, എക്സ്പെൻസ് എന്താ മനസ്സിലായി. ഈവൻ ദോ ഇത് രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. സോ ആദ്യം എമൗണ്ടുകളൊക്കെ എന്തായിരിക്കും, കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൽ നിന്നാണ് എന്തായിട്ട് മാറുക, വിൽക്കുമ്പോൾ ആ എമൗണ്ട് എക്സ്പെൻസ് ആയിട്ട് മാറുക. ഓക്കെ. സോ എല്ലാ എക്സ്പെൻസുകളും അത് എക്സ്പെൻസ് ആയിട്ട് മാറുന്നതിന് മുന്നേ കോസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ എല്ലാ കോസ്റ്റുകളും എന്താവണമെന്നില്ല, എക്സ്പെൻസ് ആവണമെന്നില്ല. മെജോറിറ്റി കോസ്റ്റുകളൊക്കെ എക്സ്പെൻസ് ആയിട്ട് മാറും അല്ലെ. സ്പെഷ്യൽ കേസ് ഫോർ എക്സാമ്പിൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കോസ്റ്റ് ആണ്, അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല, റവന്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കുറക്കൂല. കാരണം ആ എമൗണ്ട് കിട്ടേണ്ടത് മിസ്സായിന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എല്ലാ എക്സ്പെൻസുകളും എന്താണ്, അത് എക്സ്പെൻസ് ആവുന്നതിന് മുന്നേ കോസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ എല്ലാ കോസ്റ്റും എന്താവണമെന്നില്ല, എക്സ്പെൻസ് ആവണമെന്നില്ല. അപ്പൊ കോസ്റ്റ് എന്താ, എക്സ്പെൻസ് എന്നാന്ന് പറഞ്ഞു. പക്ഷെ ഇത് ആക്ച്വലി എക്സാംസിന് വാട്ട് ഈസ് കോസ്റ്റ്, വാട്ട് ഈസ് എക്സ്പെൻസ് എന്നൊന്നും ചോദിക്കത്തില്ല. സോ അത് ജസ്റ്റ് ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കില്ലേ. സോ ഓരോന്നും ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ. യെസ്. സോ അടുത്തത് മക്കളെ, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം. എന്താ കോസ്റ്റിംഗ്? കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ലെ, അതിനാണ് നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. എന്തെന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താ നമ്മൾ പറയുന്നുണ്ട്, അടുത്തത് പറയും അല്ലെ. താഴെ പറയുന്നുണ്ട് കോസ്റ്റ് ഒബ്ജക്റ്റ്, കണ്ട താഴെ പറയുന്നുണ്ട് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്നാണ്. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്നല്ല, എന്തിന്റെ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. എന്ത് സാധനത്തിന്റെ കോസ്റ്റ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. സോ അതൊന്ന് പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, എന്തുമാവാം. ഓക്കെ. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ളത് സപ്പോസ് ഇപ്പൊ ഞാനൊരു പാന ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പാനയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. ഈ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ കാൽക്കുലേറ്റർ ആണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. നമ്മൾ എന്തിന്റെ കോസ്റ്റ് ആണോ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. അതൊരു പ്രൊഡക്റ്റ് ആവാം, സർവീസ് ഒക്കെ ആവാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ CMA പഠിക്കുന്നു, അപ്പൊ CMA പഠിക്കുന്നതിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, നിങ്ങൾക്ക് CMA എന്ന് പറയുന്ന കോസ്റ്റ് ആണ് നിങ്ങളുടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. സോ എനിവേ എന്തിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത് അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. ആ ഒരു കോസ്റ്റ് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്ന, ആ കോസ്റ്റ് ഒബ്ജക്റ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണെന്ത്, കോസ്റ്റിംഗ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഒബ്ജക്റ്റ്. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ളത് എനി പ്രൊഡക്റ്റ് ഓർ സർവീസ് ആവാം. സോ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ
അതായത് ഒരു കോസ്റ്റ് ഒബ്ജക്റ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ്. ഇപ്പൊ ഞാനൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത് വെച്ചോ. അപ്പൊ ബിൽഡിംഗ് ആണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. സോ ആ ബിൽഡിംഗിന്റെ കോസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പറ, കോസ്റ്റ് ഒബ്ജക്റ്റ്. സോറി, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ്. സോ എന്തിന്റെ കോസ്റ്റ് ആണോ കണ്ടുപിടിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. ആ ഒരു കോസ്റ്റ് ഒബ്ജക്റ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ്. എന്ത്? കോസ്റ്റിംഗ്. ക്ലിയർ അല്ലേ? യെസ്. സപ്പോസ് ഇത് ചെറിയ ടാസ്ക്. ഇപ്പൊ നിങ്ങൾ ഒരു ടേബിൾ ഉണ്ടാക്കുന്നു, ജസ്റ്റ് ഒരു വുഡൻ ടേബിൾ, ഒരു വുഡ് കൊണ്ടുള്ള ഒരു വുഡൻ ടേബിൾ ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ വുഡൻ ടേബിൾ. സോ എന്തെല്ലാം കോസ്റ്റ് വരും നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയേ. ജസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കാട്ടോ, ഒരു വുഡൻ ടേബിൾ ഉണ്ടാക്കും, എന്തെല്ലാം കോസ്റ്റ് വരും? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. യെസ്, വുഡ് വരും അല്ലെ, അതേപോലെ തന്നെ നെയിൽ ആണി വരും, അതേപോലെ തന്നെ നമ്മുടെ അല്ലെ ലേബർ ചാർജ് വരും, കാർപ്പൻറ്റർ ചാർജ് വരും. പിന്നെ എന്തെല്ലാം വരും? ഒന്ന് പറഞ്ഞു നോക്കി, എന്തെല്ലാം വരും? പിന്നെ നമുക്ക് അറിയാം അല്ലെ, ഈ ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ ഈ വുഡും ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരണം. ചിലപ്പോൾ നമ്മൾ വേറെ സ്റ്റേറ്റിൽ നിന്നോ വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും വാങ്ങി കൊണ്ടുവരിക. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. പിന്നെ നമുക്ക് ഈ ലേബർ ഒക്കെ കാർപ്പൻറ്റർ അല്ലെ, ആശാരിമാരെ നമ്മൾ കാർപ്പൻറ്റർ എന്ന് വിളിക്കുക. അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ സൂപ്പർവൈസറെ വെക്കും. അപ്പൊ സൂപ്പർവൈസർക്ക് പൈസ കൊടുക്കണം അല്ലെ. പിന്നെ ഈ വുഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യും അല്ലെ, മെഷീനറീസ് യൂസ് ചെയ്യും. അപ്പൊ അതിന് ഇലക്ട്രിസിറ്റി ബില്ല് വരും. മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് വരും അല്ലെ. പിന്നെ എന്തെല്ലാം ചാർജ് വരും? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. യെസ്. പിന്നെ ഇത് നമുക്ക് റോഡ് സൈഡിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു റൂം ഒക്കെ ഫാക്ടറി അല്ലെ, ഫാക്ടറി നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഫാക്ടറി അല്ലെ, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഫാക്ടറി. സോ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു സ്പേസ് റെന്റിന് എടുത്തിട്ടല്ലേ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യാം. അപ്പൊ ആ സ്പേസിന് നമുക്ക് റെന്റ് വരും അല്ലെ. പിന്നെ എന്തൊക്കെ വരും? പിന്നെ നമ്മൾ മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്, മെഷീൻസ്. സോ മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ മെഷീനറീസിന് ഡിപ്രീസിയേഷൻ വരും. എന്ത്? ഡിപ്രീസിയേഷൻ. എന്താ സാറേ ഡിപ്രീസിയേഷൻ? അപ്പൊ ഒരു മെഷീൻ, ഇപ്പൊ മെഷീൻ ആവട്ടെ, കാർ ആവട്ടെ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതോടും അതിന്റെ വില കുറഞ്ഞു വരും അല്ലെ. സെക്കൻഡ് ഹാൻഡ് കാറിനൊക്കെ, ഒരു സെക്കൻഡ് ഹാൻഡ് കാറിന് ഫ്രഷ് കാറിന്റെ വില കിട്ടുമോ? ഇല്ല, വില കുറയും അല്ലെ. ഉപയോഗിക്കുന്നതോടും നമ്മൾ കാറിന്റെ വില കുറഞ്ഞു വരും. കാർ ആവട്ടെ, മെഷീനറീസ് ആവട്ടെ, ഇതൊക്കെ എന്താണ്? ഉപയോഗിക്കുന്നതോടും അത് ഓൾഡ് ആയിട്ട് മാറാണ്. ഓൾഡ് ആയിട്ട് മാറുന്നതോളം അതിന്റെ വാല്യൂ കുറഞ്ഞു വരും. ഈ വില കുറയുന്നതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. സോ ആ ഒരു എമൗണ്ട് എത്ര കണക്കൂട്ടിട്ട് അത് നമ്മൾ കുറക്കും അല്ലെ. അങ്ങനെ ഒരുപാട് ചാർജുകളില്ല എന്ന് പറഞ്ഞ്. സോ ഇതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കാൻ നമുക്ക് എത്ര കോസ്റ്റ് വരും എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ ആ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഈസി ടാസ്ക് അല്ല. ഒരുപാട് വർക്ക് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നും അല്ല അത് അല്ലെ. പക്ഷെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പൊ 4 ടേംസ് നമ്മൾ പഠിച്ചു, 3 ടേംസ് പഠിച്ചു അല്ലെ. കോസ്റ്റ് എന്താന്ന് പറഞ്ഞു, എക്സ്പെൻസ് എന്താന്ന് പറഞ്ഞു, തമ്മിലെ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു, അതേപോലെ കോസ്റ്റിംഗ് എന്താന്നും പറഞ്ഞു അല്ലെ. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഒബ്ജക്റ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. ഇത് ബേസിക് ഡെഫിനിഷൻസ്, അതായത് കോസ്റ്റിംഗിനെ കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സോ റെഡിങ് കൊടുത്തോ അല്ലെ. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് വാച്ച് ചെയ്യുമ്പോൾ തന്നെ നോട്ട്സ് എഴുതി പോകണം കേട്ടോ. സോ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക. സോ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്സ് മസ്റ്റ് ആയിട്ട് എഴുതി പോകണം കേട്ടോ. സോ അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് മക്കളെ? നോട്ട്സ് കൃത്യമാണ് നോട്ട്സ് എഴുതി പോകണം. കാരണം എക്സാംസിന്, നമ്മൾ ഫൈനൽ ഡേ എക്സാംസിനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നോട്ടാണ് ഉണ്ടാവുക. അപ്പൊ നോട്ട് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പൊ നോട്ട്സ് കൃത്യമായിട്ട് എല്ലാ പറയുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. സോ നോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് എഴുതണം കേട്ടോ. യെസ്. സോ നിങ്ങൾ നന്നായിട്ട് എഴുതുമെന്ന് എനിക്കറിയാം. ഓക്കെ, യെസ്. സോ മക്കളെ, സോ നമുക്ക് കുറച്ച് കോസ്റ്റ് എന്താണ്, എക്സ്പെൻസ് എന്താണ്, കോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായി. സോ നമുക്ക് അടുത്തത് കോസ്റ്റിലെ അല്ലെ ബേസിക് കോസ്റ്റ് ഡെഫിനിഷൻസ്. സോ റെഡി കൊടുത്തേ, ബേസിക് കോസ്റ്റ് ഡെഫിനിഷൻസ് അല്ലെ. യെസ്. സോ ബേസിക് കോസ്റ്റ് ഡെഫിനിഷൻസിൽ നമ്മൾ 3 മെയിൻ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് കോസ്റ്റ് ഡെഫിനിഷൻസിൽ ഒന്ന് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താന്നുള്ളത്. അതേപോലെ തന്നെ കോസ്റ്റ് ഡ്രൈവർ എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതേപോലെ കോസ്റ്റ് പൂൾ എന്താന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇങ്ങനെ 3 ഉണ്ട്. സോ മക്കളെ, ഇതൊക്കെ തിയറീസ് ആണ്. പക്ഷെ ഇത് തിയറീസ് എന്ന് വെച്ചാൽ ഇതൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്, കാൽക്കുലേഷൻസും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. സോ അതിലോട്ടൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലോട്ടൊക്കെ പോകാനുണ്ട്. അതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ്, ചിലപ്പോൾ ചില സാറന്മാർ ഇതൊന്നും എടുക്കുന്നുണ്ടാവില്ല, നേരിട്ട് അല്ലെ പ്രോബ്ലത്തിലോട്ടൊക്കെയാണ് ജമ്പ് ആവും. അങ്ങനെ ജമ്പ് ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നും അറിയാതെ കോസ്റ്റ് എന്താ, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താ, ഇതൊന്നും അറിയാതെ നമ്മൾ അല്ലെ വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോയിട്ട് കാര്യമില്ല. ബേസിക് ആദ്യം ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസിക് സെറ്റ് ആക്കി വെക്കണം. അതിനാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ബേസിക് ലെവലിൽ തന്നെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു എന്തിന്റെ കോസ്റ്റ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. അത് മെഷീൻസ് ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിൽഡിംഗ് ആവാം, പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, എന്തും ആവാം. എന്തിന്റെ കോസ്റ്റ് ആണോ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. ഒന്ന് വായിച്ചു നോക്കാം. കോസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് എനിത്തിങ് ഫോർ വിച്ച് വി ആർ ഫൈൻഡിങ് ദ കോസ്റ്റ് അല്ലെ. മെഷീൻസ് ആവാം, എന്തെങ്കിലും പ്രോസസ് ആവാം. ഫോർ എക്സാമ്പിൾ മാനുഫാക്ചറിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ് ആണ്. അപ്പൊ മാനുഫാക്ചറിംഗിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ
മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സംഭവമാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ അല്ലെ, എന്തെങ്കിലും പ്രോസസ് ആവാം, അല്ലെങ്കിൽ മെഷീൻസ് ആവാം, എന്തെങ്കിലും കസ്റ്റമറുടെ കോസ്റ്റ് ആവാം. ചില കസ്റ്റമർ ഹൈലി എക്സ്പെൻസീവ് ആയാലും അല്ലെ, ചില കസ്റ്റമർക്ക് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ, അപ്പൊ കസ്റ്റമർ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാവാം അല്ലെ. ഒരു കസ്റ്റമർ ചിലപ്പോൾ നമ്മൾ ചില അല്ലെ ഒരു സർവീസ് സെക്ടർ ആണെന്ന് വെച്ചോ, ഒരു വക്കീലൊക്കെ ആണെന്ന് വെച്ചോ. സോ വക്കീലിനൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകും. സോ ഓരോ കസ്റ്റമേഴ്സിന് ഓരോ രീതിയിലാണ് വക്കീൽ എന്ത് ചെയ്യാം, വക്കീലിന് ചെലവ് വരിക. ചില കസ്റ്റമേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ വക്കീലിന് പഠനം നടത്തേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ഓരോ കസ്റ്റമറിനും ഓരോ രീതിയിലാണ് നമ്മൾ കോസ്റ്റ് ഈടാക്കുക. അപ്പോൾ അതുപോലെ അപ്പൊ എന്തെങ്കിലും ഒരു കസ്റ്റമറെ നമുക്ക് ഡീൽ ചെയ്യാൻ വരുന്ന കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സർവീസിന്റെ കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോസസിന്റെ കോസ്റ്റ് ആവാം. എന്തുമാട്ടെ, എന്തിന്റെ കോസ്റ്റ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക അല്ലെ. അല്ലെങ്കിൽ എംപ്ലോയീസിന്, ചില എംപ്ലോയീസ് ഒക്കെ ഹൈലി എക്സ്പെൻസീവ് ആണ്. ഒരു എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിൽ നിലനിർത്തി പോവാൻ നമുക്ക് എത്രത്തോളം എമൗണ്ട് വരും, ഇയർലി അവർക്ക് എത്രത്തോളം പൈസ കൊടുക്കേണ്ടി വരും എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ ആ എംപ്ലോയി ആണ് എന്ത് നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. ക്ലിയർ. ചില എംപ്ലോയീസ് ഒക്കെ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകും അല്ലെ. സോ ഈ ഒരു എംപ്ലോയീസിനെ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്രിക്കറ്റ് ടീം ആവട്ടെ, ഫുട്ബോൾ ടീം ഒക്കെ ആവട്ടെ, ചില പ്ലേയേഴ്സിനൊക്കെ നമ്മുടെ ടീമിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നല്ല ഹൈ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു എംപ്ലോയീസിന് നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ ആ എംപ്ലോയി ആണ് നമ്മുടെ, അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ ആണ് നമ്മുടെ എന്ത് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ അത് എന്തിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ക്യാൻ ഓൾസോ ബി കൺസിഡർഡ് ആസ് എ കോസ്റ്റ് ഒബ്ജക്റ്റ് ബൈ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ ഇതൊക്കെ എന്താവാം, കോസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. എന്ത് നമ്മുടെ പ്രോസസ്സോ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ നമുക്ക് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി കോസ്റ്റ് ഡ്രൈവർ എന്താണെന്നാ പറയുന്നത്. കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്ത് കാരണമാണോ കോസ്റ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണമാണോ കോസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണമാണോ കോസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് സംഭവിക്കുന്നത്, അതിനെയാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് വിളിക്കുക. കോസ്റ്റിനെ ഡ്രൈവ് ചെയ്യുന്ന, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ കോസ്റ്റ് കൂടാനും കുറയാനും അല്ലെ കാരണമാകുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്റ്റ് ഡ്രൈവർ. ഞാൻ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഒരു ടാക്സി വിളിച്ച് ട്രാവൽ ചെയ്യുന്നു. ടാക്സിയിൽ ട്രാവൽ ചെയ്യുന്നു, റിക്ഷയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാറിലോ ടാക്സിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നു. സോ ടാക്സിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ റിക്ഷയിൽ ട്രാവൽ ചെയ്യുന്നു വെച്ചോ. അപ്പൊ ഡിസ്റ്റൻസ് അടിസ്ഥാനപ്പെടുത്തിയല്ലേ. കുറെ ഡിസ്റ്റൻസ് കൂടിയാൽ കോസ്റ്റ് കൂടും, ഡിസ്റ്റൻസ് കുറഞ്ഞാൽ കോസ്റ്റ് കുറയും. സോ ആ ഒരു കേസിൽ ടാക്സിന്റെ കേസിൽ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. കാരണം ഡിസ്റ്റൻസ് കൂടിയാൽ കോസ്റ്റ് കൂടും, ഡിസ്റ്റൻസ് കുറഞ്ഞാൽ കോസ്റ്റ് കുറയും. സോ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ആണ് അല്ലെ. യെസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഫുട്ബോൾ ടർഫ് അറിയാം, അതുപോലെ ഗെയിം സെന്റർ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഗെയിം ഒക്കെ കളിക്കാൻ പോകുന്ന ഗെയിം സെന്റേഴ്സ്. ഇവരൊക്കെ എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കുന്നത്, ബേസ്ഡ് ഓൺ ടൈം ആണ് അല്ലെ. ടൈം കൂടിയാൽ ഒരുപാട് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെയാണ്. ടൈം കൂടിയാൽ കോസ്റ്റ് കൂടും, ടൈം കുറഞ്ഞാൽ കോസ്റ്റ് കുറയും. സോ അതിന്റെ കേസിൽ ടൈം ആണ് കോസ്റ്റ് ഡ്രൈവർ. ക്ലിയർ. അപ്പൊ അതിന്റെ കേസിൽ ടൈം ആണ് കോസ്റ്റ് ഡ്രൈവർ. ഇപ്പൊ നമുക്ക് റെന്റ്, ഇപ്പൊ നമ്മൾ ഒരു സ്പേസ് റെന്റിന് എടുക്കുന്നു. സോ റെന്റ് എങ്ങനെയാ, ഒരുപാട് സ്പേസ് കൂടിയാൽ അല്ലെ, ഒരുപാട് സ്പേസ് കൂടിയാൽ നമ്മൾ കൂടുതൽ റെന്റ് കൊടുക്കേണ്ടി വരും. കുറഞ്ഞ സ്പേസ് റെന്റിന് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് റെന്റ് കൊടുത്താൽ മതി. സോ റെന്റിന്റെ ഒക്കെ കേസിൽ സ്പേസ് ആണ് കോസ്റ്റ് ഡ്രൈവർ അല്ലെ. ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാ, ബേസ്ഡ് ഓൺ ദ കൺസംപ്ഷൻ അല്ലേ. നമ്മൾ ഒരുപാട് കൺസ്യൂം ആക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് നമ്മൾ ഫാനും ലൈറ്റും റെഫ്രിജറേറ്ററും TV ഒക്കെ ഒരുപാട് കൺസ്യൂം ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബില്ല് കൂടുതൽ വരും. ഓക്കെ. സോ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കേസിൽ നമ്മുടെ കൺസംപ്ഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് ബില്ല് വരിക. സോ കൺസംപ്ഷൻ ആണ് അവിടുത്തെ കോസ്റ്റ് ഡ്രൈവർ. സോ എന്ത് കാരണമാണ് കോസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആവുന്നത്, അല്ലെങ്കിൽ കോസ്റ്റിനെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്റ്റ് ഡ്രൈവർ എന്ന് വിളിക്കുക. കോസ്റ്റ് ഡ്രൈവർ കൂടിയാൽ കോസ്റ്റ് കൂടും, കോസ്റ്റ് ഡ്രൈവർ കുറഞ്ഞാൽ കോസ്റ്റ് കുറയും. ഓക്കെ. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. Cost driver is anything that causes cost to increase and decrease. In other words, a cost driver is some event that causes കോസ്റ്റ് ടു ഇൻകോർ, കോസ്റ്റ് ഇൻകോർ ചെയ്യാനാവും അല്ലെ, ഇൻകോർ ചെയ്യുന്ന കാരണങ്ങൾ അല്ലെ. വെൻ കോസ്റ്റ് ഡ്രൈവർ ഇൻക്രീസസ് കോസ്റ്റ് വിൽ ഇൻക്രീസ്, ആൻഡ് വെൻ കോസ്റ്റ് ഡ്രൈവർ ഡിക്രീസസ് കോസ്റ്റ് വിൽ ഡിക്രീസ് അല്ലെ. അപ്പൊ എന്താ കാര്യം മനസ്സിലായി, എന്ത് കാരണമാണ് കോസ്റ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണമാണ് കോസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണമാണ് കോസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആവുന്നത്, ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്റ്റ് ഡ്രൈവർ എന്ന് വിളിക്കുക. ഓക്കെ. യെസ്. സോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ അടുത്തതാണ് കോസ്റ്റ് പൂൾസ് അല്ലെ. കോസ്റ്റ് പൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സെയിം ക്യാരക്ടർ ഉള്ള കോസ്റ്റുകൾ അങ്ങനെ കാറ്റഗറീസ് ആക്കി മാറ്റും അല്ലെ. സെയിം കാറ്റഗറീസ് ഉള്ള അല്ലെ, സെയിം സിമിലാരിറ്റി ഉള്ള, സിമിലർ ക്യാരക്ടർ ഉള്ള കോസ്റ്റുകളെ നമ്മൾ പല പല കോസ്റ്റ് പൂളുകളായിട്ട് തിരിക്കും. സോ ഓരോ ഗ്രൂപ്പ് ഓഫ് കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്റ്റ് പൂൾ എന്ന് വിളിക്കുക. സോ കോസ്റ്റ് പൂൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ എക്സാമ്പിൾ രൂപത്തിൽ പറയാട്ടോ. ഒരു മാനുഫാക്ചറിങ്ങിന്റെ അല്ലെ, മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകളെ നമ്മൾ മാനുഫാക്ചറിങ്ങിന്റെ ഒരു കോസ്റ്റ് പൂൾ, മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകളെ നമ്മൾ ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോസ്റ്റ് പൂൾ അല്ലെ. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ഡിവിഷൻ ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ
അല്ല സെയിം ക്യാരക്ടർ ഉള്ള കോസ്റ്റുകളൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് കോസ്റ്റ് ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റും. സോ അതിനെയാണ് കോസ്റ്റ് പൂൾ എന്ന് വിളിക്കുക. പൂൾ മീൻസ് എന്താ? കൂട്ടം. പൂൾ എന്ന് വെച്ചാൽ എന്താ? എല്ലാം കൂടി കൂടിയതിനാണ് മീൻസ് ഒരു കൂട്ടം എന്ന് വിളിക്കുക. സോ അതാണ് കോസ്റ്റ് പൂൾ അല്ലെ. സോ കോസ്റ്റ് പൂൾ എന്ന് വെച്ചാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് കോസ്റ്റ്. സോ നമ്മൾ സെയിം ക്യാരക്ടർ ഉള്ള സിമിലർ കോസ്റ്റുകളൊക്കെ ഒന്നിച്ച് വിളിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ടോട്ടലി ഒരു പേര് അല്ലെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് പൂൾസ്. സോ പല രീതിയിൽ നമുക്ക് കോസ്റ്റ് പൂൾസുകൾ പല രീതിയിൽ നമുക്ക് തിരിക്കാം, പല രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ആക്കി തിരിക്കാം. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോസ്റ്റ് പൂൾ ഈസ് ആൻ അക്കൗണ്ട് ഇൻ ടു വിച്ച് വെറൈറ്റീസ് ഓഫ് സിമിലർ കോസ്റ്റ് എലമെന്റ്സ് വിത്ത് ദ കോമൺ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ്. അതായത് കോമൺ ക്യാരക്ടർ ഉള്ള കോമൺ സിമിലാരിറ്റീസ് ഉള്ള കോസ്റ്റുകളെ നമ്മൾ പല പല കാറ്റഗറീസ് ആക്കി മാറ്റും. സോ ആ കാറ്റഗറീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ് പൂൾസ് എന്ന് വിളിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? സോ പല രീതികളിലാവട്ടോ, പല ഇപ്പൊ മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ടതിന് മാനുഫാക്ചറിംഗ് കോസ്റ്റ് പൂൾ അല്ലെ, മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതിന് മാർക്കറ്റിംഗ് കോസ്റ്റ് പൂൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകൾ നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു കോസ്റ്റ് പൂൾ ആക്കി തിരിക്കാം. അപ്പൊ മാർക്കറ്റിംഗിൽ വരുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ അത് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. മാനുഫാക്ചറിംഗിന്റെ കോസ്റ്റ് പൂൾസിൽ മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിവിഷൻ ആക്കി തിരിക്കാം. സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കോസ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന ഒരുപാട് കോസ്റ്റ് പൂളുകൾ ഉണ്ടാകും, ഒരുപാട് കോസ്റ്റ് പൂൾ ഉണ്ടാകും. സോ ഓരോ കോമൺ ക്യാരക്ടർ വരുന്ന ഓരോ കോസ്റ്റുകൾ നമ്മൾ ഓരോ സെപ്പറേറ്റ് കോസ്റ്റ് പൂൾ ആക്കി മാറ്റും. സോ അതിനെയാണ് കോസ്റ്റ് പൂൾ എന്ന് വിളിക്കുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എക്സാംസിന് വാട്ട് ഈസ് കോസ്റ്റ് പൂൾ, വാട്ട് ഈസ് കോസ്റ്റ് ഒബ്ജക്റ്റ്, വാട്ട് ഈസ് കോസ്റ്റ് ഡ്രൈവർ എന്ന് ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല. ബട്ട് നമ്മൾ ബേസിക് ലെവലിൽ നിന്ന് പഠിക്കേണ്ടതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ മക്കളെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ അടുത്തത്? നമ്മൾ CMA സ്റ്റാർട്ട് ചെയ്തു. പാർട്ട് 1 സെക്ഷൻ ഡി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സെക്ഷൻ. അതിൽ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. കോസ്റ്റ് എന്താന്ന് പറഞ്ഞു, അതേപോലെ തന്നെ എക്സ്പെൻസ് എന്താന്ന് പറഞ്ഞു, കോസ്റ്റും എക്സ്പെൻസും തമ്മിലെ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു, കോസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം എന്താന്ന് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതേപോലെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞു അല്ലെ. സോ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താ? എന്തിന്റെ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. അതേപോലെ കോസ്റ്റ് ഡ്രൈവർ എന്താന്ന് പറഞ്ഞു അല്ലെ. എന്താ കോസ്റ്റ് ഡ്രൈവർ എന്ന് വെച്ചാൽ എന്ത് കാരണമാണോ കോസ്റ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണമാണോ കോസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണമാണ് കോസ്റ്റിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആവുന്നത്, ആ ഫാക്ടറിനെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ അല്ലെ, കോസ്റ്റ് ഡ്രൈവർ കൂടിയാൽ കോസ്റ്റ് കൂടും, കോസ്റ്റ് ഡ്രൈവർ കുറഞ്ഞാൽ കോസ്റ്റ് കുറയും. സോ ഒരു കോമൺ ക്യാരക്ടർ ഉള്ള സിമിലർ ക്യാരക്ടർ ഉള്ള കോസ്റ്റുകളൊക്കെ നമ്മൾ ഓരോ പൂളുകളാക്കി മാറ്റും. അതിനെയാണ് കോസ്റ്റ് പൂൾ എന്ന് വിളിക്കുക. സോ ഇത്ര ബേസിക്സ് ടേംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. സോ മക്കളെ, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് നോട്ട്സ് എഴുതി പോകണം. സോ നല്ല രീതിയിൽ അത് അടിപൊളിയായിട്ട് പഠിക്കണം. സോ അല്ലെ, ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അതിന് മുന്നായിട്ട് മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത്. ബൈഹാർട്ട് ചെയ്തിട്ട് 2, 3, 4 തവണ വായിച്ച് പഠിക്കലല്ല. അപ്പൊ നിങ്ങളോട് എന്താണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ എഴുതാൻ പറ്റണം. എന്താണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, എഴുതാൻ പറ്റണം. അത്രേ ഉള്ളൂ. ക്ലിയർ? അല്ലാതെ ഇത് ബൈഹാർട്ട് ഇതേപോലെ തന്നെ എഴുതണം അങ്ങനെയൊന്നുമില്ല. ബട്ട് ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക. ഈ ഒരു സെന്റൻസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ എഴുതുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, യെസ്. സോ ഇതേപോലെ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ബേസിക് ലെവലിൽ നിന്ന് മനസ്സിലാക്കി പോവാ. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾ പറ, നിങ്ങൾ പാസ്സാവോ? യെസ് സർ, പാസ്സാവോ എന്നുള്ളത് ഇനി ചോദ്യമില്ല. എന്താവണം? പാസ്സാവണം. അതിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. പാസ്സാവും നമ്മൾ അല്ലെ. നമ്മുടെ പ്രീവിയസ് ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസും പാസ്സായ പോലെ നമുക്കും പാസ്സാവണം, നമ്മൾ പാസ്സാകും. സോ അതിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. സോ മക്കളെ, ഇനി നല്ല രീതിയിൽ നല്ല കുട്ടികളായിട്ട് നല്ല രീതിയിൽ പഠിക്ക്. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വിളിക്ക്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ സ്റ്റുഡൻസിനെ പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് എന്റെ സ്റ്റുഡൻസിനെ പാസ്സാക്കണം. സോ നല്ല രീതിയിൽ നമുക്ക് പാസ്സാവണം. സോ മക്കളെ, ഓൾ ദ വെരി ബെസ്റ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലോട്ട് മുന്നോട്ട് പോവാം. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, സി യു.